ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഹാഫ് ബോയിൽഡ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മളെല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവെങ്കിലും ബാക്കി വരാറുണ്ട്. അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ മാവ് കറുത്ത് പോയിട്ട് പിന്നെ നമ്മളതെടുത്ത് കളയാറാണ് പതിവ്. എന്നാൽ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് 2 ആഴ്ച വരെ ഈ മാവ് വേസ്റ്റ് ആക്കാതെ ചപ്പാത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ 6 ചപ്പാത്തിക്കുള്ള മാവാണ് ബാക്കി വന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഹാഫ് ബോയിൽഡ് ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഞാൻ ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് ഗോതമ്പ് മാവിൽ ഉപ്പും വെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തത്. സാധാരണ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കാറില്ല, ചെറിയ ചൂടുള്ള വെള്ളം. ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായ ശേഷം ഓരോ ചപ്പാത്തിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒരു 10-15 സെക്കൻഡ് മാത്രം ചൂടാക്കിയാൽ മതി. ഒരുപാട് സമയം ഇട്ടേക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. തീ കൂട്ടിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ചിലപ്പോൾ കരിഞ്ഞു പോകും, ചൂടായി പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കണം. ഒരു 10-15 സെക്കൻഡ് മാത്രം. ഒന്ന് ഇതുപോലെ ആയാൽ മതി. ഒരുപാടങ്ങ് കളർ മാറുകയൊന്നും വേണ്ട. ഇതുപോലെ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. മറ്റേ സൈഡും ഇതുപോലെ ആകുമ്പോൾ തന്നെ അതും ഒരു 10 സെക്കൻഡ് ഇട്ട ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഈ ഒരു കളർ മാറി വന്നാൽ മതി. ഒരുപാട് സമയം ഇട്ടേക്കരുത്. ഇങ്ങനെ തന്നെ ആകണം. ഈ സമയത്ത് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ചപ്പാത്തി മാവ് ബാക്കി വരുമ്പോൾ മാത്രമല്ല, സമയമുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ മാവ് കുഴച്ചിട്ട് ഹാഫ് ബോയിൽഡായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിലും ചുട്ടെടുക്കാം. പെട്ടെന്ന് ഒരു പാടുമില്ലാതെ ചുട്ടെടുത്ത് കഴിക്കാനായിട്ട് പറ്റും. നമ്മളിതുപോലെ ചെയ്തു വെച്ചതാണെന്ന് ആരും പറയില്ല. അപ്പോൾ പരത്തി ഉണ്ടാക്കിയ ചപ്പാത്തി പോലെ തന്നെ ഇരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തി എല്ലാം ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്ത ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവൂ. ഞാനത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് വെച്ചിട്ട് അടച്ച് ഒരു ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. താഴെ ഒരു 3-4 ദിവസത്തിനകം എടുക്കാനാണെങ്കിൽ താഴെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. 4 ദിവസത്തിൽ കൂടുതൽ എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച ശേഷം നമ്മൾ ചുട്ടെടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെടുത്ത് താഴെ വെച്ചിട്ട് തണുപ്പ് മാറ്റിയ ശേഷം മാത്രമേ ചുട്ടെടുക്കാവൂ. അല്ലാതെ ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി കട്ടിയായിട്ടിരിക്കും. 1 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ച ശേഷം വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. ഞാനിതിപ്പോൾ ഒരു 5 ദിവസം മുമ്പ് പരത്തി വെച്ച ചപ്പാത്തിയാണ്, ചൂടാക്കി വെച്ച ചപ്പാത്തിയാണിത്. ഇതൊരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തത്. കുറച്ചുകൂടെ ഒന്ന് തണുപ്പ് മാറാനുണ്ട്. ഇപ്പോഴും നല്ല തണുപ്പായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് കട്ടിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, തണുപ്പായിട്ടിരിക്കുകയാണ്. ഒന്നുകൂടെ മാറിയ ശേഷം ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ പാൻ നന്നായിട്ട് ചൂടായ ശേഷം ചപ്പാത്തി വെച്ച് ചുട്ടെടുക്കാം. ഓയിലൊഴിച്ചോ ഒഴിക്കാതെ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഓയിൽ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാതെ വേണമെങ്കിലും ചുട്ടെടുക്കാം. എന്നാലും നല്ല സോഫ്റ്റായിട്ട് എണ്ണ ഇരിക്കും. ഓയിൽ എത്രത്തോളം വേണമോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ എപ്പോഴും ഒഴിക്കാറുള്ളൂ. ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടുകം വെച്ചൊന്ന് അമർത്തി 2 സൈഡും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. വൈകിട്ടൊക്കെ 2 എണ്ണം, ഒരാൾക്ക് മാത്രം വേണമെങ്കിൽ 2-3 മാത്രമായിട്ട് എടുത്തിട്ട് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയ ശേഷം ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിലുള്ള പണിയാണിത്. സമയമുള്ളപ്പോൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ജോലി വളരെ എളുപ്പമാവും. സാധാരണ നമ്മൾ ചപ്പാത്തി ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.